ഒരു പക്ഷേ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഭാഗത്തെ തെരച്ചിൽ പൂർണ്ണമാകും. റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇതുവരെ GPS സിഗ്നൽ കിട്ടിയ ഭാഗം ഇവിടെയാണ് തെരച്ചിൽ നടത്തിയത്. പക്ഷേ അവിടെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ ഭാഗം ഏകദേശം പൂർണ്ണമായും ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയാണ്. കാരണം ഇവിടം വരെ മതിലിന് ഭിത്തി ഉണ്ടായിരുന്നു. ഇവിടെ വരെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല. ഇവിടം വരെ ക്ലിയറൻസ് ഇപ്പോൾ നടന്നു. ഇനിയുള്ളത് ഏകദേശം 250 മീറ്റർ നിൽക്കുന്ന ഈ ഭാഗത്ത് ഒരു 3-3.5 മീറ്റർ ഉള്ളിലേക്ക് തിരയുക എന്നുള്ളതാണ്. ശ്രമകരമായ ജോലിയാണ്. ഇപ്പോൾ കാലാവസ്ഥ അല്പം തെളിഞ്ഞു നിൽക്കുന്നത്. ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അഭിലാഷ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആർമി കമാൻഡന്റ് മേജർ അഭിഷേക് പറയുന്നതും ഇന്ന് രാത്രിയിൽ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. കാര്യം 8-9 മണിയോടുകൂടി നിർത്തേണ്ടി വരും. കാര്യം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വാണിംഗ് ഉണ്ട്. ആ വാണിംഗ് അനുസരിച്ച് രാത്രിയിൽ ഇവിടെ ഓപ്പറേഷൻസ് നടത്തുന്നത് അപകടകരമാണ്. ഇപ്പോൾ വേണമെങ്കിലും ഒരു മേജർ ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നാളെ ഇത് വീണ്ടും ഇതേപോലെ ആരംഭിച്ചേക്കാം. കൂടുതൽ ഉപകരണങ്ങൾ കൊണ്ടുവരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ബ്രേക്കിംഗ് വാർത്തയുള്ളത്, നേരത്തെ കൊണ്ടുവന്നത് സൂറത്കലിൽ നിന്നുള്ള 4 മീറ്റർ വരെ ആഴം നിശ്ചയിക്കാൻ കഴിയുന്ന റഡാർ ആണെങ്കിൽ ഇനി 15 മീറ്റർ വരെ 10 മുതൽ 15 മീറ്റർ വരെ ആഴത്തിൽ ലോഹ സാന്നിധ്യം കണ്ടെത്താൻ സഹായിക്കുന്ന റഡാർ മെഷീനായിരിക്കും ആർമി നാളെ കൊണ്ടുവരാൻ പോകുന്നത്. അത് എപ്പോൾ എത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ അവർ തീർപ്പ് പറയുന്നില്ല. ഒരുപക്ഷെ നാളെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റന്നാളോ ഒരുപക്ഷെ അതിലടുത്ത ദിവസങ്ങളിൽ എത്തിക്കുമെന്നാണ് അവർ പറയുന്നത്. അതിലൊരു ആശങ്കയുണ്ട്, ക്ലാരിറ്റി കുറവുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നേവി ഉപയോഗിക്കുന്നത് സോണാർ സിസ്റ്റമാണ്, ഇവിടെ ഉപയോഗിക്കുന്ന റഡാർ സിസ്റ്റമാണ്. സോണാർ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ തെരച്ചിൽ നടത്തിയ പ്രാഥമിക തെരച്ചിലൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ 2 സാധ്യതകൾ മാത്രമാണ്. നാരോ ഡൗൺ ചെയ്തു വന്നാൽ ഇനി 3-3.5 മീറ്റർ ഉള്ളിലേക്ക് തിരഞ്ഞെടുക്കണം. പ്രേക്ഷകർക്ക് നമ്മൾ വളരെ ക്ലോസ് ആണ്. ഒരു 20 മീറ്റർ അകലെയാണ് ഇപ്പോൾ ആ മൺകൂന പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇപ്പോൾ വളരെ വേഗമാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഈ JCB മെഷീനറി. അപ്പോൾ വളരെ പെട്ടെന്ന് ആ ഭാഗത്തു നിന്നുള്ള മണ്ണെടുത്ത് പൂർണ്ണമായും നീക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ തടിക്കഷണങ്ങളോ അല്ലെങ്കിൽ 30 മീറ്റർ ദൈർഘ്യമുള്ള ഈ ട്രക്കിൻ്റെ ഭാഗങ്ങളോ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ ഇന്ന് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ രാത്രി 8 മണിയോടുകൂടി ഈ ഓപ്പറേഷൻ അവസാനിക്കും. അങ്ങനെ ഓപ്പറേഷൻ അവസാനിക്കുകയാണെങ്കിൽ നാളെ വീണ്ടും ആർമി കൂടുതൽ മെച്ചപ്പെട്ട ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയായിരിക്കും തെരച്ചിൽ തുടരുക. ഈ തെരച്ചിലിന് പൂർണ്ണമായിട്ടും നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളോടൊപ്പമുള്ള രഞ്ജിത്ത് ഇസ്രായേലിയും സംഘവുമാണ്. രഞ്ജിത്ത് ഇസ്രായേലി, ഒപ്പം തന്നെ ആർമിയുടെ മേജർ അഭിഷേക്, ഇവരാണിപ്പോൾ ഈ ഓപ്പറേഷൻസ് നിയന്ത്രിക്കുന്നത്. കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാൻ ശേഷിയുള്ള 15 മീറ്റർ ആഴത്തിൽ ലോഹ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന റഡാർ മെഷീൻ തന്നെ ഉപയോഗിക്കാനാണ് സാധ്യത. നമ്മൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി നൽകുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് കാണാം. നീർച്ചാലുകൾ മുകളിൽ നിന്ന് ഒഴുകുന്നുണ്ട്. ആ ഭാഗത്ത് എനിക്കൊന്നു അഭിലാഷ്, ആ ഒരു റൗണ്ട് ഭാഗത്തിൽ ഒരു റാ പോലെ തന്നെ ഒരു ഭാഗത്ത് പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നുവെന്ന് തോന്നുന്നു, അല്ലേ? അതെ, ദൃക്സാക്ഷികൾ പറയുന്നത് അങ്ങനെയാണ്. കാരണം ഏതാണ്ട് ഒരു 3 വാഹനങ്ങൾ നിർത്തിയിടാനുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. അതായത് വെള്ളവരയ്ക്ക് അപ്പുറത്ത് ഇത്തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഭാഗത്തുള്ള കടയിൽ വന്ന് അവർ ഭക്ഷണം കഴിക്കാറ് എന്നാണ് പറയുന്നത്. അതായത് അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ കിടക്കാനടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടായിരുന്നു ഈ കട പ്രവർത്തിക്കുകയും ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഇനിയും ഏതാണ്ട് 2-3 മീറ്റർ ഉള്ളിലേക്ക് സ്ഥലമുണ്ട് എന്ന് വേണം കരുതാൻ. മറ്റൊന്ന്, ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ അവിടുന്ന് കണ്ടത് ഈ കടയുമായി ബന്ധപ്പെട്ട് കടയിൽ സപ്ലൈ ചെയ്തിരുന്ന ഒരാളെ കാണാനില്ല എന്നുള്ളൊരു പരാതി ഈ ഘട്ടത്തിലുണ്ട്. കാരണം അയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല. അതായത് 16-ാം തീയതി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടേക്ക് പോകുന്ന അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. പോലീസിലടക്കം പരാതിപ്പെട്ടിട്ടെങ്കിലും ഒരു മറുപടിയും ഒരു ഭാഗത്തുനിന്നും ലഭിക്കുന്നില്ല. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വരുന്ന സമയത്ത് പ്രതിഷേധം അറിയിക്കാൻ അവർ വന്നപ്പോൾ അവരെ അവിടെ തടയുന്നൊരു സ്ഥിതി വിശേഷമുണ്ടായി. അതായത് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഈ പറയുന്ന 10-11 പേരിൽ അപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ കൂടി ഉൾപ്പെടാനുള്ള ഒരു സാധ്യതയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ഒരു പക്ഷേ അദ്ദേഹം ഈ ഒരു അപകടത്തിൽ പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും. മാത്രവുമല്ല, ഈ മറുകരയിൽ താമസിക്കുന്ന 2 കുടുംബങ്ങളിൽ നിന്നുള്ള 2 ഗൃഹനാഥന്മാരെയും കാണാനുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ നമ്മൾക്കൊപ്പം തന്നെ വന്ന് പ്രതികരണം നൽകിയതാണ്. വളരെ വലിയ പ്രതിഷേധത്തിലാണ് അവർ. കാര്യമായിട്ടൊന്നും തെരച്ചിൽ നടത്തുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ്, ഇന്നലെ മുതലാണ് ശരിക്കും തെരച്ചിൽ പൂർണ്ണമായിട്ടുള്ള സ്വിംഗിൽ വന്നത്. രാവിലെ അല്പസമയം അവർ പാഴാക്കി. ഇപ്പോൾ വളരെ വേഗം ഈ സെർച്ച് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. ആർമി എത്തിയതോടുകൂടി കേരളത്തിൽ നിന്നുള്ള ദൗത്യ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രവർത്തനം പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് രഞ്ജിത്ത് ഇസ്രായേലിയുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള തെരച്ചിലാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും ശ്രമകരമായിട്ടുള്ളത്. വളരെ വേഗം തന്നെ ഈ ടിപ്പറുകൾ ഈ മണ്ണ് നിറച്ചു പോകുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. അതേസമയം തന്നെ മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. നോക്കൂ അഭിലാഷ്, ഈ നദിയുടെ കരയിലുള്ള ആ മണ്ണ് കൂടി നീക്കം ചെയ്യുന്നുണ്ട്. കാരണം ഒരു പക്ഷേ ഇവിടെ നമുക്ക് ട്രക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് കാണാൻ സാധ്യതയുള്ളത് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗംഗാവാലി നദിയുടെ കരയിലുള്ള പ്രദേശത്തായിരിക്കും. അവിടെ വലിയൊരു മൺകൂന കാണാം. ഈ
മൺകൂന രണ്ട് തരത്തിൽ വന്നതാണ്. ഒന്ന് മണ്ണിടിഞ്ഞു വന്ന മൺകൂനയുണ്ട്, കൂടാതെ ഇവിടെ നിന്ന് നീക്കം ചെയ്ത മണ്ണുണ്ട്. അതങ്ങനെയാണെങ്കിൽ തെറ്റായൊരു രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഫലം കൂടിയായിരിക്കും അത്.